അന്ന് പുള്ളി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് തായ്ലൻഡ് പട്ടായ പോണ ആളാണ്. ഫാമിലി ആയിട്ടാ. കുറേ നാളിന് ശേഷം പിന്നെ വിവേകിനെ കണ്ടുമുട്ടുന്ന ഒരു സ്റ്റേജിൽ വിവേകോപൻ മെഡിക്കൽ റപ്പാണ്. അപ്പൊ അന്ന് മറ്റേ കട്ട ചുള്ളനൊക്കെ ആയി, കുറച്ച് ഇപ്പോൾ ഉള്ള കാട്ടി കുറച്ചുകൂടെ ചുള്ളനാണെന്ന്. ഇപ്പൊ കുറെ ബോഡി ഒക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അന്ന് കുറെ കൂടെ ക്യൂട്ട് ലുക്കാണ്. അപ്പം ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ ഇവൻ മറ്റേ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള മെഡിക്കൽ റപ്പാണ്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഇവൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന GM-ഉം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്ത സമയത്തൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് പുള്ളി കട്ട ടോപ്പ് പെർഫോമിംഗ് ആയിരുന്നു. പുള്ളി അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞിട്ടാണ് ആക്ടിങ് മേഖലയിലോട്ട് വന്നത്. ചിലപ്പോൾ ഇതിനേക്കാൾ ഫിനാൻഷ്യലി കാരണം അന്ന് പുള്ളി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് തായ്ലൻഡ് പട്ടായ പോണ ആളാണ്. അതായത് അവർ കൊടുക്കുന്ന ടാർഗറ്റ് കറക്റ്റ് അച്ചീവ് ചെയ്തിട്ട് കറക്റ്റ് എല്ലാ വർഷവും മറ്റേ തായ്ലൻഡ് ട്രിപ്പിന് പോണ ആളാണ്. ഫാമിലി ആയിട്ടാ. അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാം അച്ചീവ് ചെയ്യുക, അവർ കൊടുക്കുന്ന ഇൻസെന്റീവ്സ് എല്ലാം കറക്റ്റ് കിട്ടുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നമ്മൾ ഈ മെഡിക്കൽ റെപ്പ് ജോലി എന്ന് പറയുമ്പോഴും മാർക്കറ്റിംഗ് ആണല്ലോ ബേസിക്കലി. അപ്പൊ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമുക്ക് ലൈഫിൽ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, ഏറ്റവും കഷ്ടപ്പെട്ട പണിയാണ്, പട്ടി പണിയാണ്. ഞാനും എടുത്തിട്ടുള്ള സാധനം വെച്ചാൽ നമ്മൾ പണ്ട് ഇവന്റ്സിനെ മാർക്കറ്റ് ചെയ്യുമ്പോഴും എല്ലാത്തിനും മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോയി ഓരോരുത്തന്മാരെ കാല് പിടിച്ച് പിന്നെ അവർ പറഞ്ഞെല്ലാം കണ്ട് കേട്ട് ഇപ്പോഴും മാർക്കറ്റിങ്ങിന് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ. ഇപ്പം റോഡിലൊരു ക്രെഡിറ്റ് കാർഡ് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ കണ്ടാലും നമുക്ക് എമ്പതിയാണ്. കാരണം അയ്യോ അവർക്ക് ടാർഗറ്റ് കാണും, അവർക്ക് ഇത്രയും വിറ്റാലേ അവരെ കൊണ്ട് ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് അയ്യോ അവർക്ക് ഒരു ടാർഗറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനമാണെങ്കിൽ നമ്മൾ ചെയ്ത്